അധ്യാപകൻ കുട്ടികളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അടുത്തടുത്തുള്ള 2 റെയിൽവേ പാളങ്ങൾ, അതിലൊന്ന് ട്രെയിൻ പോകുന്നതും മറ്റേത് ട്രെയിൻ പോകാത്തതുമാണ്. ട്രെയിൻ പോകാത്ത പാളത്തിലിരുന്ന് ഒരു കുട്ടി കളിക്കുന്നു. ട്രെയിൻ പോകുന്ന പാളത്തിലിരുന്ന് 10 കുട്ടികൾ കളിക്കുന്നു. പെട്ടെന്ന് ട്രെയിൻ വരുന്നു. ട്രെയിൻ മാറ്റിവിടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതാണ് ചോദ്യം. ഒരു കുട്ടി കളിക്കുന്ന ട്രാക്കിലേക്ക് ട്രെയിൻ തിരിച്ചുവിടുമെന്ന് വിദ്യാർത്ഥികളെല്ലാം ഒരേ ശബ്ദത്തിൽ പറഞ്ഞു. മരണസംഖ്യ കുറയ്ക്കാനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയാം. സമൂഹം അങ്ങനെയാണ്. ട്രെയിൻ വരുമെന്ന് അറിയാമായിരുന്നിട്ടും ട്രാക്ക് തെറ്റിച്ച് കളിച്ച കുട്ടികൾ രക്ഷപ്പെടുന്നു. ട്രെയിൻ വരാത്ത സ്ഥലത്ത് ആർക്കും ശല്യമില്ലാതെ കളിച്ച തെറ്റ് ചെയ്യാത്ത കുട്ടി ശിക്ഷിക്കപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ ഉത്തരം കേട്ട് അധ്യാപകൻ പറഞ്ഞ മറുപടി ഇതാണ്. എന്തിനാണ് ഈ കഥ പറഞ്ഞതെന്നോ? ശരിതെറ്റുകളുടെ നൂൽപാലത്തിലാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെയൊക്കെ വിധി. ഒരു കാര്യം ചെയ്യുന്ന ആളുകളുടെ എണ്ണം ആ കാര്യത്തിന്റെ അനുയോജ്യത തീരുമാനിക്കുന്നതിലെ സുപ്രധാന ഘടകമായാൽ പിന്നെ ആൾക്കൂട്ടത്തിന്റെ നിയമസംഹിത രൂപപ്പെടും. ശരി ചെയ്യുന്നവർ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകും. ശരി ചെയ്യുന്നയാൾ തനിച്ചാകുമെന്നറിഞ്ഞാൽ എത്ര പേർ നേരിന്റെ ഭാഗത്ത് ധൈര്യപൂർവ്വം നിൽക്കാൻ തയ്യാറാകും? ഒറ്റയ്ക്ക് നല്ലത് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുകയും തെറ്റ് ഒരുമിച്ച് ചെയ്യുന്നവർ രക്ഷിക്കപ്പെടുകയും ചെയ്താൽ പിന്നെ അവിടെ നേരിന് ഇടമുണ്ടോ എന്നതാണ് ഈ കഥയിലൂടെ ആ അധ്യാപകൻ പറഞ്ഞുകൊടുക്കാൻ ശ്രമിച്ചത്. Download ShareChat.